കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ബ്ലൂസ് വിഷ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നിപ്പോൾ ഒരു ഉച്ച സമയമായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഞാനും അനിയനും കൂടി ഇന്നിപ്പോൾ നമ്മുടെ ഫോർട്ട് കൊച്ചിയിലോട്ടൊന്ന് വന്നിരിക്കുകയാണ്. ഇവിടെ കുറേ കാഴ്ചകൾ വെറൈറ്റി ഉണ്ട്. അപ്പം എന്തായാലും നമ്മളിന്ന് ആ വീഡിയോയിലേക്കാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. എന്തെങ്കിലും ഇവിടുത്തെ വെറൈറ്റി കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ആരും മറക്കാതെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അങ്ങനെ ചോദിച്ചേ, നമുക്കൊന്ന് വീഡിയോ കാണിച്ചു കൊടുത്താലോ? ഞങ്ങളിപ്പം കാണിക്കാൻ പോണെയാണ്. ഓക്കെ, എല്ലാവരും സഹകരിക്കുക. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഞങ്ങൾ വീഡിയോയിൽ തുടങ്ങുക അല്ലേ? ഓക്കെ ഓക്കെ. ആദ്യം തന്നെ നമുക്ക് ഇവിടുന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ എന്തായാലും ഈ പരിപാടി ആരംഭിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങളൊരു വിശ്രമത്തിനായിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് വർക്ക് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞങ്ങൾ എന്തെങ്കിലും ഈ വീഡിയോ എടുക്കാനായിട്ട് തയ്യാറായിരിക്കുന്നത്. അപ്പം അതിൻ്റേതായ ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് ഞങ്ങൾ ഒരു നല്ല നാരങ്ങ വെള്ളം, അതുപോലെ അവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ കണ്ടത് ഈ പേരയ്ക്ക ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പം അത് ഞങ്ങളെടുത്ത് കഴിക്കുകയാണ്. പച്ചമുളക് കയറിയത് ഉപ്പിലിട്ടത്, മുളക് പൊടി, പച്ചമുളക് കയറിയതുണ്ട് കേട്ടോ, ഉണ്ടല്ലേ, ഉപ്പിലിട്ടത്, പിന്നെ മുളക് പൊടി. അതെ, സൂപ്പർ 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 അവൈലബിൾ. അങ്ങനെ കടയിലെ തീറ്റയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വഴി അങ്ങോട്ട് മുന്നോട്ട് പോവാം കേട്ടോ. നമുക്കിനി ഇവിടെ എന്തൊക്കെ കാണാനുണ്ട് എന്നുള്ളതൊന്ന് നോക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, കാണുന്ന കാഴ്ചയാണ് ഇതുണ്ടോ. ഇത് വലയിറക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇത് നമ്മുടെ ഫോർട്ട് കൊച്ചി ഈ സെൻട്രലിൽ തന്നെയാണ്. അപ്പം ഒരു ചേട്ടൻ അവിടെ ഇരുന്നുകൊണ്ട് വലയിറക്കാൻ വേണ്ടി വലയുടെ 4 കാലുകളൊക്കെ ഇങ്ങനെ വലിച്ച് തൂണിലേക്കൊക്കെ പിടിച്ച് കെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവർ വല ഇറക്കാൻ പോവാണ്. ഇതുണ്ടോ, ഈ സംഭവമാണ് വല നേരെ വലിച്ച് കടലിന് മുകളിലോട്ട് കയറ്റുന്ന ഭാഗമാണ്. അപ്പോൾ ഒരു സൈഡിൽ മുഴുവൻ ഇങ്ങനെ വെയിറ്റുള്ള കല്ലുകളാണ് അവർ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത്. ഇപ്പം വേറെ സംഭവം ഉണ്ട് കേട്ടോ. അതിൻ്റെ ബാക്ക് സൈഡ് ഒരു മെഷീനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം കറണ്ടിലാണ് എല്ലാ പരിപാടിയും നടക്കുന്നത്. അങ്ങനെ ജോബിറ്റും ഞാനും ഒത്തിരി പേരുണ്ട് ഇത് കാണാൻ വേണ്ടി. അപ്പം നമുക്കറിയാമല്ലോ ഈ സമയം പോകുന്നത്, ഈ കടലിലോട്ടൊക്കെ നോക്കി നിന്നാൽ നമുക്ക് സമയം പോകുന്നതേ അറിയില്ല എന്നുള്ള വലിയൊരു സത്യമാണ്. അങ്ങനെ ഞാനും ജോബിറ്റും ഇനി അവർ മീൻ വലിച്ചു കയറ്റുമ്പോൾ, വല വലിച്ചു കയറ്റുമ്പോൾ എന്തൊരു മീനുണ്ടെന്ന് നോക്കുവാണ്. ഇവിടെയൊക്കെ മീനിങ്ങനെ കൂട്ടി അവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ചേട്ടൻ ഇതാ വരും കേട്ടോ, മീനൊക്കെ വലയിലാക്കിക്കൊണ്ട് വരികയാണ്. നല്ല ജീവനുള്ള പിടയ്ക്കുന്ന മീനാണ് കേട്ടോ. അവൻ്റെ പിട കണ്ടിട്ട് തന്നെ നമുക്ക് ഒരു പ്രത്യേക ഒരു സുഖമുണ്ട്. എന്തൊരു ശക്തിയാണെന്നറിയാമോ. ഇത് ഈ കൂടുതലും കിട്ടിയിരിക്കുന്ന കണമ്പ കേട്ടോ, കണമ്പ മീൻ. ഇതൊക്കെ നല്ല എമൗണ്ടാണ് കേട്ടോ ഇവിടെയൊക്കെ നമ്മൾ മീനെ മേടിക്കുമ്പോൾ. കാരണം നല്ല ഫ്രഷ് മീനാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അതാണ് ഏറ്റവും വലിയൊരു സത്യം. അങ്ങനെ മീനെയൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ കടലിലോട്ട് നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതിലെ കൂടെ കപ്പലുകളൊക്കെ ഓടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കുവാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ വീണ്ടും വല പൊങ്ങുന്നത് നിങ്ങളാരും കണ്ടിട്ടില്ലെങ്കിൽ ഇതാ അതും കൂടി ഒന്ന് കണ്ടു നോക്കിക്കോ. ഇങ്ങനെയാണ് നമ്മുടെ വലകളൊക്കെ പൊങ്ങി വരുന്നത്. അതൊന്നും പിടിച്ച് മീനാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. ഇത് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ വാട്ടർ മെട്രോയാണ് കേട്ടോ. അത് നമ്മുടെ എറണാകുളത്തു നിന്നും നമ്മുടെ ഫോർട്ട് കൊച്ചിയിലോട്ട് വരുന്ന വാട്ടർ മെട്രോയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലൊക്കെ ഇതുവഴിയൊക്കെ വന്നാൽ ഈ വാട്ടർ മെട്രോയിലൊക്കെ ഒന്ന് കയറണം കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത നല്ല സ്പീഡിലേക്കാണ് ഈ വാട്ടർ മെട്രോ ഓടിക്കൊണ്ടിരിക്കുന്നത്.
നിറയെ ആൾക്കാരുമായിട്ടാണ് നമ്മുടെ വാട്ടർ മെട്രോ പൊയ്ക്കൊണ്ടിരിക്കേണ്ടത്. ഇത് സ്റ്റോപ്പിലെത്താറായി. വെള്ളമൊക്കെ ഇങ്ങനെ തുള്ളി കളിക്കുവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ മുമ്പിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എന്തൊക്കെ കാണാൻ കഴിയും എന്നുള്ള ഒരു ആകാംക്ഷയോടെ പോവാണ്. ഇത് വന്നിട്ട് നമ്മുടെ വാട്ടർ മെട്രോ സ്റ്റേഷനാണ് കേട്ടോ കൂട്ടുകാരെ. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മുടെ വാട്ടർ മെട്രോ സ്റ്റാർട്ട് ചെയ്ത് നേരെ നമ്മുടെ എറണാകുളത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ ഒരുപാട് വെറൈറ്റി തരത്തിലുള്ള തൊപ്പികൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതൊക്കെ ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള കേട്ടോ. കണ്ണിന് കൗതുകം, പല നിറം. അങ്ങനെ നിങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് പോവാണ്. ഇനി അവിടെ എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞങ്ങളുടെ കൂടെ തന്നെ എല്ലാവരും ഒന്ന് പോരണേ. ഇത് നമ്മുടെ വാട്ടർ മെട്രോ ബോട്ട് അവിടെ ഇട്ടിരിക്കുകയാണ്. ആൾക്കാരൊക്കെ ഇറക്കി ഒരുപാട് പേര് കയറുന്നുണ്ട് തിരിച്ചു പോകാൻ വേണ്ടി. അങ്ങനെ ജോബിറ്റ് ഇങ്ങനെ നോക്കിയിരിക്കുവാണ് കടലിലോട്ട്. അങ്ങനെ നമ്മുടെ വാട്ടർ മെട്രോ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും അടുത്ത ട്രിപ്പ് അവൻ വീണ്ടും തിരിക്കുകയാണ്. അങ്ങനെ തൊട്ടടുത്തൊക്കെ ഇത് കണ്ടോ, അവനിങ്ങനെ സ്വിം ചെയ്ത് ഞാനിങ്ങനെ എടുക്കുവാണ് കേട്ടോ. അവൻ പോകുന്നതൊക്കെ എന്ത് രസമാണെന്നറിയാമോ. ഇതിൻ്റെ ഒരു പ്രത്യേകത മറ്റുള്ള ബോട്ടിനെ അപേക്ഷിച്ചും നല്ല സ്പീഡുണ്ട് ഈ ബോട്ടിന്, നമ്മുടെ മറ്റേ മെട്രോ ട്രെയിൻ പോലെ തന്നെ. അപ്പം തൊട്ടടുത്ത് വഴിയോര കാഴ്ചകളായിട്ട് ഇതാ കുറേ സംഭവങ്ങളെ മരത്തിലൊക്കെ തടിയിലൊക്കെ ഫ്ലൈവിട്ടാന്ന് തോന്നും, അതിലൊക്കെ ഇവർ പണിത് വെച്ചിരിക്കുന്നതാണ്. ഓരോ തരത്തിൽ കാണുവാൻ രസമുള്ളതാണ്. ചെറിയ ബോക്സും കാര്യങ്ങളൊക്കെയാണോ എനിക്ക് വേണം അതിൻ്റെ അകത്തൊക്കെ ഇട്ട് ഓരോന്ന് വെക്കാം എനിക്കെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് നമ്മുടെ വീടുകളിൽ ടിവിയിലൊക്കെ മുകളിൽ വെക്കാൻ പറ്റിയ സാധനങ്ങളാണ്. ഇത് ഞണ്ടാണ് കേട്ടോ, ജീവനുള്ള ഞണ്ട്. ഇത് കടൽ ഞണ്ടല്ല, ഇത് കായൽ ഞണ്ടാണ് കേട്ടോ. കടൽ ഞണ്ടും കായൽ ഞണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് കായൽ ഞണ്ട്. ഇത് പിന്നെ നിങ്ങൾക്ക് അറിയത്തില്ലേ ഈ സാധനത്തിൻ്റെ പേരൊന്നും എനിക്ക് അത്രയൊന്നും അറിയില്ല. ഇതിന് പേരെന്താ പറയുമോ? ഇത് നീരാളിയാണ് കേട്ടോ. ഇമ്മാനു പറഞ്ഞത് നീരാളിയാണ്. പിന്നെ ഇത് വന്നിട്ട് കൂന്തലാണ്. കൂന്തൽ, നമ്മൾ കൂന്തൽ ഫ്രൈ എന്നൊക്കെ കൊച്ചിയിലൊക്കെ ഏറ്റവും മെയിൻ സാധനമാണ് കേട്ടോ, കൂന്തൽ ഫ്രൈയും കാര്യങ്ങളൊക്കെ. ഇത് പിന്നെ അറിയാമോ, ഇത് പിന്നെ നമ്മുടെ വലിയ അതായത് ചെമ്മീൻ്റെ ഒക്കെ വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സാധനമാണ്. ഒക്ടോപാസ് എന്നാണ് ഇതല്ല ഒക്ടോപാസ്. ഇത് ഒക്ടോപാസ് ആണ് കേട്ടോ. ഇനി ജീവനുള്ള കാണിക്കാം. ഇവിടെ പല ഞണ്ടുകൾക്കും ജീവനുള്ളതാണ്. അതുകൊണ്ടാണ് ആ സാധനത്തെ അവരിങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്. ഇത് നല്ല മാംസമുണ്ട് കേട്ടോ. ഇത് പലതരത്തിലുള്ള മീനുകളെ അടുക്കി ഇവർ വെച്ചിരിക്കുവാണ്. പലതരത്തിൽ മാച്ചാനൊക്കെ പല പേര്, എനിക്ക് മീനിൻ്റെ പേരൊന്നും അറിയില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് പോവാണ്. അവിടെ കുറേ ആൾക്കാർ കൂടിയൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അവിടെ എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ജോബിറ്റാൻ എല്ലാം സെർച്ച് ചെയ്ത് പോവാണ്. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഇതാ നമ്മൾ ആ ചത്ത സാധാരണത്തെ ഇതാ ജീവനോടെ ഇവിടെ ഇരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് ചേട്ടനോട് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ ഞങ്ങളത് പൊക്കി കാണിച്ചു. കണ്ടോ പെട്ടയ്ക്കുവാണ്, ഭയങ്കര പെട്ടയ്ക്കലാണ് കേട്ടോ സാധനം. അങ്ങനെ മണലിൽ അവർ ഇട്ട് വെച്ചിരിക്കുകയാണ് ഈ ഒക്ടോപാസ്. തൊട്ടടുത്ത് ഞണ്ടുകൾ ജീവനോടെ ഉണ്ട്. ഇവിടെ ഓരോന്ന് അനങ്ങുന്നുണ്ട്. ഇവർ പ്ലാസ്റ്റിക് ബോക്സിലാണ് വെച്ചിരിക്കുന്നത്. കാരണം ഇതിന് ഗ്രിപ്പ് കിട്ടില്ല. അതുകൊണ്ട് ഈ ഞണ്ടുകൾ ഇറങ്ങി ഓടാനും സാധ്യത കുറവാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് പോകാൻ. നല്ല വെയിലാണ്, ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞാനിതാ കണ്ടു ഒരു തേങ്ങായിൽ ഇതാ ഗണപതിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരുപാട് ടൈമില്ല, വേഗം ഞങ്ങൾക്ക് തിരികെ പോകേണ്ടതുണ്ട്. ഈ ഒരു മണിക്കൂർ സമയത്താണ് ഇതാ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ കേരളത്തിൻ്റെ പല തരത്തിലുള്ള ഓരോ സാധനം. വീണ്ടും അങ്ങേറ്റത്ത് കണ്ടു തൊപ്പികൾ. എന്ത് മനോഹരം നിറഞ്ഞ തൊപ്പികളാണെന്നറിയാമോ. പലതരത്തിലുള്ള കുടകളൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും
എന്തായാലും ഇത് മേടിക്കുന്നതിലല്ല കൗതുകം, ഇത് കാണാൻ തന്നെയാണ് നമുക്കൊരു കൗതുകം. കാരണം എല്ലാം കൂടി കൂട്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ്. മേടിച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ നമ്മൾ അറിയാം എവിടെ കിടക്കും എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. അങ്ങനെ ഞങ്ങൾ പോവാം കേട്ടോ. ഒരുപാട് മാതാമ്മമാരും സായിപ്പന്മാരൊക്കെ ഉണ്ട്. അവരുടെ ഫോട്ടോ നമ്മൾ എടുത്തില്ല, കാരണം നമ്മളെല്ലാവരും സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവരെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യം ഈ വെറൈറ്റി ഐറ്റംസുകളാണ്. അങ്ങനെ ഇതാ നമ്മൾ ഇവിടുത്തെ പാർക്ക്, പഴയ പാർക്കൊക്കെ പുനരാരംഭിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉൾവശമൊക്കെ ഇപ്പോൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിള്ളേർക്കും കളിക്കാനും അതുപോലെ തന്നെ ഇടയ്ക്ക് ഉച്ചയ്ക്കും ഓരോ സമയങ്ങളൊക്കെ വിശ്രമിക്കാനൊക്കെ ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്ന് കിടക്കാം. ആ ഒരു രീതിയിൽ അവരെല്ലാം സജ്ജീകരിച്ച് വെച്ചിരിക്കുവാണ്. പഴയ ഫോർട്ട് കൊച്ചി അല്ല, ഇപ്പോഴത്തെ നമ്മുടെ പുതിയ ഫോർട്ട് കൊച്ചി. കളി സാധനങ്ങളൊക്കെയാണ് ഒരുപാടുണ്ട് കേട്ടോ. പക്ഷെ ഇത് നമുക്ക് എത്ര നാളത്തേക്കാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് നമുക്ക് ശംഖ് കൊണ്ടും മുത്തുകളും കൊണ്ടും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പല വെറൈറ്റി ഐറ്റംസ് കേട്ടോ. നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ തൂക്കാനും ജനലിലൊക്കെ തൂക്കാൻ പറ്റിയ ഓരോരോ സാധനങ്ങളാണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കാണുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോഴുള്ള ഇതിനവസ്ഥ, ഇത് ഒരെണ്ണമൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ സുഖമൊന്നും കാണില്ല. ഇവരുടെ കച്ചവടത്തിൻ്റെ രീതി തന്നെയാണ്. ഇത് കൂട്ടിയൊക്കെ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ ഭയങ്കര ഒരു രസമായിരിക്കും. അപ്പോൾ ഇവർ മേടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ടോ, നിങ്ങളിത് സൂക്ഷിച്ച് നോക്കി അറിയാം. ഇതിന് തത്തമ്മകളെ, കിളികളെയൊക്കെ ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതെങ്ങനെയാണ് ഈ സംഭവം ഇത്രയും ചെറുതൊക്കെ ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് നമുക്ക് ഒരു പിടുത്തമില്ലാത്ത. കാണാൻ കൊള്ളാം. ഇത് കണ്ടോ, പണ്ട് നമുക്ക് നാടകം എന്താണ് കൂത്തുപാവയെന്ന് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ആ സംഭവങ്ങളാണ് ഈ തൂക്കി ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഒരുപാടുണ്ട്. ഉണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തേക്കണേ. പിന്നെ ഇതാണ് കൂട്ടുകാരെ, ചെറിയൊരു കുപ്പി കേട്ടോ. ആ ചെറിയൊരു കുപ്പിക്കകത്താണ് ഈ സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് എനിക്കറിയാം. ഇത് തീരെ ചെറിയ കുപ്പിയാണ്. ഞാൻ സൂം ചെയ്തിട്ട് ഇത്ര വലുതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് ശംഖുകളാണ് കേട്ടോ. പലതരത്തിലുള്ള ശംഖുകളും കാര്യങ്ങളും ഉണ്ട്. ഇന്നിവിടെ ഫോട്ടോ എടുക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ നമ്മുടെ സമയം തീർന്നിരിക്കുവാണ്. ഞാനും അനിയനും കൂടി മുന്നോട്ട് പയ്യെ പൊക്കോണ്ടിരിക്കുവാണ്, തിരികെ പോവാണ്. എന്തായാലും നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ടും ഇതെല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ ഒന്നും കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.